വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ജർമ്മനിയിലേക്ക് ഓപ്പർച്യൂണിറ്റി വിസ കാർഡിൽ വന്ന ഒരു ചെറിയ വിശേഷം പങ്കുവെക്കാനായിട്ടാണ്. ഇത് റഗീന. ഹലോ റഗീന. അപ്പോൾ ഇന്ന് റെലവൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ ഓപ്പർച്യൂണിറ്റി വിസ കാർഡ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ ജെനുവിൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് റഗീനയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം റഗീന ആദ്യമായിട്ട് ജർമ്മനി വരണം എന്ന് റഗീനയ്ക്ക് തന്നെ തോന്നിയ ഇൻട്രസ്റ്റ് ആണോ അതോ ആരെങ്കിലും ഫോഴ്സ് ചെയ്തതാണോ? എനിക്ക് തന്നെ തോന്നിയ ഇൻട്രസ്റ്റ് തന്നെയാണ് ജർമ്മനിയിൽ എത്തിപ്പെടണം എന്നുള്ളത്. ആദ്യം വേറെ കൺട്രി ആണ് നോക്കിയത്, പക്ഷെ അതൊന്നും ശരിയായില്ല. അങ്ങനെ ജർമ്മനി ചൂസ് ചെയ്തു. ഓക്കെ. ഇവിടെ വന്ന സമയത്ത് IELTS അല്ലെങ്കിൽ ജർമ്മൻ എന്തെങ്കിലും വേണമായിരുന്നു മാൻഡേറ്ററി ആയിട്ട്? ഒന്നില്ലെങ്കിൽ ജർമ്മൻ A1 അല്ലെങ്കിൽ IELTS 6 സ്കോർ നമ്മൾ വെച്ചാൽ മാത്രമേ വിസയ്ക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. വിസ പ്രോസസ് ഒരുപാട് ടൈം എടുക്കുമോ? എനിക്ക് ഒരു 3 to 4 months എടുത്തായിരുന്നു. കാരണം വിസ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരുടെ വെബ്സൈറ്റിൽ കൂടെ ആയിരുന്നു സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ അതിനൊക്കെ ടൈം എടുത്തു. അങ്ങനെ ഒരു 3 to 4 months എടുത്തായിരുന്നു. ഓക്കെ. അപ്പം ബ്ലോക്ക് എമൗണ്ട് കാണിച്ചായിരുന്നു? ബ്ലോക്ക് എമൗണ്ട് നാട്ടിൽ 12 ലക്ഷം രൂപ കാണിക്കണമായിരുന്നു. ഓക്കെ. അപ്പം റഗീന ജർമ്മനി വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഇപ്പം ഞാൻ 4ാമത്തെ മാസം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്താണ് റഗീനയ്ക്ക് പറയാൻ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇവിടെ വന്നതിന് ശേഷം ജോലി കിട്ടിയോ, അല്ലെങ്കിൽ എന്താണ് റഗീനയുടെ എക്സ്പീരിയൻസ്? നാട്ടിൽ വെച്ച് പല ഏജൻസികളെയും ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ കാനപ്രോ എന്ന് പറയുന്ന ഏജൻസി ത്രൂ ആണ് വന്നത്. അപ്പം അവരുടെ അടുത്ത് ആദ്യമേ ചെന്ന് സംസാരിച്ചു, ഇത് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ് ഇവിടെ വന്നാൽ എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഉള്ളത് കൊണ്ട് ടെക്നിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് കുഴപ്പമില്ല, വലിയ ജർമ്മൻ വേണ്ട, എക്സ്പീരിയൻസ് വെച്ച് കയറാമെന്ന് ഉദ്ദേശിച്ചിലാണ് റഗീന വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി റിയാലിറ്റി അതല്ല. മേ ബി ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഒരു C1 ലെവലിലുള്ള ഒരാൾക്ക് മേ ബി കിട്ടുമായിരിക്കും, അല്ലാതെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ കിട്ടത്തില്ല. പക്ഷെ നാട്ടിൽ അങ്ങനെയല്ല, അവർ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ റോങ് ഇൻഫോർമേഷനാണ്. ഇവിടെ വന്നിട്ട് ഞാൻ കുറേ ജോലിക്ക് അപ്ലൈ ചെയ്ത് എല്ലാം റിജക്ഷനാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ വിസയിലാണ് വരുന്നതെന്ന് കേൾക്കുമ്പം തന്നെ കമ്പനീസ് എല്ലാം റിജക്ഷൻ ചെയ്യും. ജോലി തരാൻ അവർക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈവൻ പാർട്ട് ടൈം ആണെങ്കിൽ പോലും ഞാൻ ആദ്യം വന്നത് ബെർലിനിലാണ്. അവിടെ ഞാൻ പാർട്ട് ടൈം ഒരുപാട് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഏത് വർക്ക് പെർമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു, അത് സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വിസയാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ വിസയ്ക്ക് അവർ കൊടുക്കുന്നില്ല. പക്ഷേ ഈ വിസയിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇത്ര 20 മണിക്കൂർ ജോലി പാർട്ട് ടൈം ചെയ്യാമെന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷെ അവരത് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പർച്യൂണിറ്റി വിസ കാർഡിൽ വന്നവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് പോലെ തോന്നി. കാരണം അവർക്ക് ഒരു പാർട്ട് ടൈം പോലും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെ സർവൈവ് ചെയ്തു പോകും? അതിനായിരിക്കും ബ്ലോക്ക് എമൗണ്ട്. നമ്മൾ ഇട്ടേക്കുന്ന പൈസ മന്ത്ലി ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കും. അത് ചിലവരൊക്കെ കടം എടുത്തിട്ടൊക്കെ ആയിരിക്കും ലോണൊക്കെ എടുത്തിട്ട് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ ഒരു വിസയിൽ വരുന്നത്. പക്ഷെ ഇത് തിരിച്ചടയ്ക്കാൻ പോലും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലേ? വേണം മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരാളുടെ എക്സ്പീരിയൻസിലൂടെ അല്ലേ നമ്മളത് പഠിക്കുന്നത്. പിന്നെ വേറെ കുറേ പേര് എൻട്രി ആയിട്ടും ഈ വിസയിൽ വന്ന് ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ അങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെ വിസ മാറ്റാനും കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റി വിസ കാർഡിൽ വന്നിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ, അതായത് ഇപ്പം മാസ്റ്റേഴ്സിന് ഇവിടുന്ന് തന്നെ അപ്ലൈ ചെയ്യാം. പക്ഷെ അവർ അന്വേഷിക്കും ഇവിടെ ഏത് വിസയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ നോക്കും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കാർഡാണെങ്കിൽ അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇനി എന്താണ് റഗീനയുടെ പ്ലാൻ? എന്താ ഇവിടെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനോ അതോ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ? ഞാൻ സ്റ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ വഴിയും നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വിസ തീരുന്നതിന് മുമ്പ് നാട്ടിൽ പോയേ പറ്റുള്ളൂ. നാട്ടിൽ പോയി പിന്നെ വരാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമായിരിക്കും. തിരിച്ചു പോയിട്ട് വരിക എന്ന് പറയുന്നതും അതും വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം വിസയൊക്കെ കിട്ടാൻ അടുത്തൊരു ഇത് വെച്ചിപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ജർമ്മൻ ജോബ് മാർക്കറ്റ് ഭയങ്കര ഡൗൺ ആണ്. അപ്പം നമ്മളിപ്പം പെട്ടിട്ട് അത് ഇവിടുന്ന് ഒരു ഇതാവുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ പോയിട്ട് വരുന്നത് ഓക്കെ. പ്രൈവറ്റ് ആണോ നോക്കുന്നത് അതോ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണോ നോക്കുന്നത്? എനിക്ക് പബ്ലിക് നോക്കാനായിരുന്നു. കാരണം അത്രയും പ്രൈവറ്റിലാണെങ്കിൽ നല്ല ഫീസാണ്. അതുകൊണ്ട് പബ്ലിക്കാണ്
മെയിനായിട്ട് നോക്കുന്നത്. ഒന്നും നടന്നില്ലെങ്കിൽ പ്രൈവറ്റിലേക്ക് നോക്കാമെന്ന് വിചാരിക്കും. എപ്പോഴും ജർമ്മനി വന്ന് ഒരു മാസ്റ്റർ എടുക്കാന്ന് പറയുന്ന ഒരു നല്ല അഭിപ്രായം തന്നെയാണ്. അതെ അതെ, കാരണം ഇവിടുത്തെ ഡിഗ്രി വെച്ച് നമ്മൾ പഠിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ, കാരണം ജർമ്മൻ ഡിഗ്രി ആണല്ലോ, മാസ്റ്റർ ഡിഗ്രി ആണ്, അപ്പം നമുക്ക് ജോലി കിട്ടാൻ ഒരു പ്ലസ് പോയിന്റ് പോലെ ആക്കി എടുക്കുന്നത് ഇവിടെ വന്നിട്ട്. അപ്പം ബായ്, അടുത്ത വിശേഷങ്ങളായി വീണ്ടും വരുന്നതായിരിക്കും.